ഫിലിം ഗാരേജിന്റെ ഭ്രമയുഗം രണ്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ സ്റ്റാറ്റസിലേക്ക് എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവത്തിന്റെ സംവിധാനത്തിൽ ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രമാണല്ലോ ഭ്രമയുഗം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ എങ്ങും മികച്ച അഭിപ്രായങ്ങളാണല്ലോ ലഭ്യമായത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് വന്നതിന് പിന്നാലെ രണ്ടാം ദിവസത്തെ എസ്റ്റിമേറ്റ് കളക്ഷൻ എടുക്കാൻ സമയമായി മാറിയിരിക്കുകയാണ്. അതിനു മുന്നേ ഒരിക്കൽ കൂടി ആദ്യ ദിവസത്തെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം 3,05,00,000 കളക്ഷൻ നേടിയെടുത്ത ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് ലോകമെമ്പാട് നിന്നും 7,70,00,000 ഗ്രോസ് കളക്ഷൻ. ഇനി രണ്ടാം ദിവസത്തെ സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ രണ്ടാം ദിവസം സിനിമയ്ക്ക് ആദ്യ ദിവസത്തേതിനേക്കാൾ കൂടുതൽ കളക്ഷനാണ് പോസിറ്റീവ് എല്ലാം തന്നെ ലഭ്യമാകുമ്പോൾ നാം പ്രതീക്ഷിക്കുക എങ്കിൽ പോലും ഇവിടെ ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് ഇന്ന് വെള്ളിയാഴ്ച ദിവസം രണ്ടാം ദിവസം ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് കളക്ഷൻ ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം സിനിമയ്ക്ക് ആദ്യ ദിവസത്തെ അതേ സ്ക്രീൻ കൗണ്ടും ഷോ കൗണ്ടും അല്ല രണ്ടാം ദിവസം ലഭ്യമായിരിക്കുന്നത്. മറ്റൊരു കാരണം ഇന്ന് വെള്ളിയാഴ്ച ഒരു വർക്കിംഗ് ദിവസം എന്നതാണ്. എന്തായാലും ഭ്രമയുഗം എന്ന സിനിമയുടെ രണ്ടാം ദിവസത്തെ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ആദ്യ ദിവസം ഇതേ സമയം 1,40,00,000 മുകളിലായിരുന്നു ഭ്രമയുഗം കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 1,07,00,000 പരമാണ്. അപ്പോൾ സിനിമയ്ക്ക് കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഈ ഒരു ഡാറ്റയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഉള്ള തിയേറ്ററുകളിൽ ഉള്ള ഷോകളെല്ലാം തന്നെ മികച്ച രീതിയിൽ ഫാസ്റ്റ് ഫില്ലിംഗ് ഒപ്പം തന്നെ ഹൗസ്ഫുൾ ഷോസ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ പോലും സിനിമയ്ക്ക് സ്ക്രീൻ കൗണ്ട് രണ്ടാം ദിവസം കുറഞ്ഞതും സിനിമയുടെ സ്ക്രീൻ കൗണ്ട് ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ പുതിയ മലയാളം സിനിമകൾക്ക് പോയതും സിനിമയ്ക്ക് ചെറിയൊരു ഭീഷണിയാണ്. എന്തായാലും നാളെ മുതൽ അതെല്ലാം തന്നെ തിരിച്ചുപിടിക്കാനായിട്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ്രൂ ജോസഫിന് തിരിച്ചുപിടിക്കാൻ കഴിയട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ആദ്യ ദിവസം നേടിയെടുത്ത ഒരു 3 കോടി സിനിമയ്ക്ക് രണ്ടാം ദിവസം ടച്ച് ചെയ്യാനായിട്ട് കഴിയില്ല. 2 കോടിക്ക് മുകളിലെ കളക്ഷൻ ഉണ്ടാകും. 2.5 കോടി നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ 2 ദിവസത്തെ കേരള കളക്ഷൻ ആയിട്ട് നാം പ്രതീക്ഷിക്കുന്നത് 5,50,00,000-നും 6 കോടിക്കും ഇടയിൽ കേരള ഗ്രോസ് ആണ്. കേരളത്തിൽ സിനിമയ്ക്ക് രണ്ടാം ദിവസം കളക്ഷൻ ഇടുന്നെങ്കിൽ പോലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ആദ്യ ദിവസത്തേക്കാൾ കളക്ഷൻ കൂടാനേ സാധ്യത നിലവിൽ നാം കാണുന്നുള്ളൂ. അത്രത്തോളം മികച്ചൊരു ബുക്കിങ്ങും അതോടൊപ്പം തന്നെ കൂടുതൽ എക്സ്ട്രാ ഷോസ് എല്ലാം തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലടക്കം ഇന്ന് വന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ആദ്യ ദിവസം 7,70,00,000 വേൾഡ് വൈഡ് കളക്ഷൻ സിനിമയ്ക്ക് വന്നതെങ്കിൽ കേരളത്തിൽ രണ്ടാം ദിവസം കുറഞ്ഞെങ്കിൽ പോലും രണ്ടാം ദിവസം 8 കോടി രൂപയ്ക്ക് മുകളിലാണ് നാം വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 15 കോടി രൂപയ്ക്ക് മുകളിൽ 2 ദിവസങ്ങൾ കൊണ്ട് ഭ്രമയുഗം വേൾഡ് വൈഡ് കളക്ഷൻ എത്തുന്നതാണ്. എന്തായാലും ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് 2 ദിവസങ്ങൾ കൊണ്ട് മികച്ച തുടക്കം നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.